അടുത്ത ഇലക്ഷൻ അയാൾ നിന്നാൽ അയാൾ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ കാണുന്നത്. കേസിന്റെ വഴിക്ക് അങ്ങ് പോകും, അത് അവസാനം അത് കുറെ നാൾ കഴിയുമ്പോൾ അത് അക്വിറ്റിലോട്ട് പോകും. കാരണം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എവിഡൻസ് ഇതിനകത്ത് കിട്ടൂല എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ 2-3 MLA ഇപ്പം തന്നെ ഇതുപോലെ റേപ്പ് കേസിനകത്ത് ഉൾപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ. അവരാരും രാജിവെക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ രാജിവെക്കണോ നിർബന്ധമൊന്നുമില്ല. കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരും. അതുവരെ ഈ കേസ് ഉണ്ടെങ്കിലും ശരി MLA ആയിട്ട് തുടരുന്നതിൽ യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല. അതുകൊണ്ടാണ് ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ എത്രയോ പേര് ഇതുപോലെ കേസിനകത്ത് അവര് പ്രതിയായി ജാമ്യത്തിൽ നിൽക്കുന്നു. അവരെയൊക്കെ ആ പാർട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ. കോൺഗ്രസിൽ മാത്രമാണ് ഒരു ഗാന്ധിയൻ ചിന്ത ഇപ്പം വന്നത്. ഇയാള് തള്ളിക്കളഞ്ഞു, അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പ്രാഥമിക അംഗത്വം നിന്ന് നീക്കി. ആയിക്കോട്ടെ, അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ. രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും രാജിവെച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ MLA ആയിട്ട് എത്ര നാൾ തുടരാൻ പറ്റുമോ അത്ര നാൾ അയാൾ തുടരും. അതിനുശേഷം വീണ്ടും അടുത്ത ഇലക്ഷൻ അയാൾ നിന്നാൽ അയാൾ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ കാണുന്നത്. ശബരിമല കേസിനകത്ത് എന്താണ് നടന്നതെന്ന് അത് പോലീസ് കണ്ടുപിടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഭരിക്കുന്ന ഗവൺമെന്റ് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ഹൈക്കോടതിയാണ് അതിനകത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനുള്ള ടീമിനെ തന്നെ ഹൈക്കോടതി കണ്ടെത്തിയതാണ്. കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ കേസിനകത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയം കളിക്കുന്നവർക്ക് പരിക്കേൽക്കും എന്നാണ് കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയാലും ശരി, അയാൾ സർവൈവ് ചെയ്യും. അതേപോലെ ധാരാളം ഈ യങ്സ്റ്റേഴ്സ് കോൺഗ്രസിനകത്തുണ്ട്, CPM-ലും ഉണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും അവർ ചെയ്ത ചെയ്തികളൊക്കെ അത് പൊതുജനം ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, ചിലപ്പം അത് അവഗണിച്ചു കളയും. അത് തന്നെയല്ല, അങ്ങനെയുള്ളവർ പലരും ജയിച്ചു കയറി വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൊതുജനങ്ങൾ ചിന്തിക്കുന്നത്. കുറേയൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണിക്കും. അത് അവരുടെ സ്വഭാവത്തിന്റെയും സാഹചര്യത്തിന്റെയും അന്തരീക്ഷത്തിലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ്. കോൺഗ്രസ് എടുത്ത തീരുമാനം ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ഈ രാഷ്ട്രീയമായ ഇതുപോലുള്ള ആരോപണങ്ങൾ, ഫോൾസായ വെറും മോശമായ ആരോപണം കൊണ്ടുവന്ന് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ചിന്തകര് ധാരാളം പേര് എല്ലാ പാർട്ടിയിലുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. സത്യവും നീതിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒരാളെ വ്യക്തിമൈസ് ചെയ്ത് അതിനകത്ത് രാഷ്ട്രീയം മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അതൊന്നും ഇനി പൊതുജനങ്ങൾ അംഗീകരിക്കത്തില്ലെന്നേ. അത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പലരും നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. പക്ഷെ അതൊന്നും മനുഷ്യനെ ബാധിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തില് ട്രൂ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസനെ ഒന്നും അത് ബാധിക്കില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലുണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യും.